ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. Mi 10 സീരീസിലെ ലൈറ്റ് വേർഷൻ ആയിട്ടുള്ള Mi 10 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.57 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ Mi 10 സീരീസിലെ Mi 10നും Mi 10 Pro എന്ന സ്മാർട്ട് ഫോണിന് നമുക്ക് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ Qualcomm Snapdragon 765G എന്നൊരു പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ Android 10 ബേസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. MIUI 11 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ ഇൻറ്റേർണൽ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6GB RAM ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ബേസ് വേരിയൻറ്റ് വരിക. ഒപ്പം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും. പിന്നെ ചിലപ്പോൾ നമുക്കൊരു 8GB റാമിൻ്റെ വേർഷനും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഒരു സ്ക്വയറിഷ് മോഡ്യൂളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി നമുക്ക് 48 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറാണ് വരുന്നത്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും 5 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും പിന്നെ ഒരു 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് കൊടുത്തിട്ടുള്ളത്. താഴെ നമുക്കൊരു LED ഫ്ലാഷും കാണാം. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെൽഫി ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 മെഗാപിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. f2.5 ആണ് അപ്പർച്ചർ വരുന്നത്. ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചിൻ്റെ അകത്താണ് നമുക്ക് സെൽഫി ക്യാമറ ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4160 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുള്ളത്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ബാറ്ററി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 20 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Type C പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇത് എടുത്തു പറയേണ്ട ഫീച്ചർ ആണെന്ന്. പക്ഷേ നമുക്ക് Mi 10 Proയിലും Mi 10ലും ഈ ഒരു 3.5mm ഓഡിയോ ജാക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുമ്പോൾ അതൊരു എടുത്തു പറയേണ്ട ഫീച്ചർ തന്നെയാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഗ്രേ, വൈറ്റ്, ഗ്രീൻ എന്നീ 3 കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ Mi 10 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം €349 ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഏകദേശം 29,000 രൂപയായിരിക്കും പ്രൈസ് വരിക. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.